വഖഫ് ബോർഡിന്റെ കാലാവധി നീട്ടി നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി. ഡിസംബർ 14-ന് കാലാവധി അവസാനിക്കാനിരിക്കെയാണ് നടപടി. വിവരങ്ങളുമായി ഷബ്ന സിയാദാണ് ചേരുന്നത്. ഷബ്ന, ഈ മുനമ്പം വിഷയമൊക്കെ വലിയ തരത്തിൽ ചർച്ചയായിരിക്കുമ്പോഴാണ് ഇപ്പോൾ വഖഫ് ബോർഡിന്റെ കാലാവധി നീട്ടിയിരിക്കുന്നത്. ഇത് ഏതു രീതിയിലായിരിക്കും ഈ വിവാദങ്ങളെയൊക്കെ ബാധിക്കുക? ഹൈക്കോടതി എന്താണ് ഇതിൽ പറഞ്ഞത്? സ്വാതി, സംസ്ഥാന വഖഫ് ബോർഡ് 12 അംഗ കമ്മിറ്റിയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികൾ, അതോടൊപ്പം തന്നെ മുത്തവല്ലിമാർ ഉൾപ്പെടെയുള്ള 12 അംഗ സമിതിയാണ് ഇപ്പോൾ വഖഫ് ബോർഡിൻ്റെ ഭരണസമിതി എന്ന് പറയുന്നത്. ഇതിൻ്റെ കാലാവധി 5 വർഷമാണ്. ഈ 5 വർഷം ആകുന്നതിന് ഡിസംബർ 14-ന് കാലാവധി അവസാനിക്കും. എന്നാൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ എത്തിയിട്ടുള്ള മറ്റൊരു കേസിൽ, അതായത് ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് നിന്നുള്ള ഒരു കേസ് കോടതി പരിഗണിക്കവെയാണ് ഹൈക്കോടതി ഇത്തരം ഒരു നിർദ്ദേശം ഇപ്പോൾ മുന്നോട്ട് വെച്ചത്. വഖഫ് ബോർഡിൻ്റെ ഇപ്പോഴുള്ള ഭരണസമിതിയുടെ കാലാവധി നീട്ടി നൽകാം എന്നാണ് കോടതി വ്യക്തമാക്കിയത്. 4 മാസമോ അതോടൊപ്പം തന്നെ അടുത്ത തെരഞ്ഞെടുപ്പ് നടന്ന് പുതിയ ഭരണസമിതി ഭരണം ഏറ്റെടുക്കുന്നത് വരെ അത്തരത്തിലൊരു കാലാവധിയാണ് ഇപ്പോൾ കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ആ രീതിയിൽ വഖഫ് ബോർഡിന് നിലവിലെ ഭരണസമിതി തുടരാം എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. കാരണം പല കേസുകളും വഖഫ് ബോർഡിൽ ഇപ്പോൾ പെൻഡിങ്ങിലാണ്. ഇപ്പോഴുള്ള ഭരണസമിതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന കേസുകളാണ്. ഇതിൽ പെട്ടെന്ന് തന്നെ, അതായത് ഡിസംബർ 14-ന് തന്നെ ഈ രീതിയിൽ കാലാവധി അവസാനിച്ചാൽ ഈ കേസുകൾ പരിഗണിക്കുന്നത് പ്രശ്നത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ 4 മാസത്തെ ഒരു സാവകാശം കൂടി പുതിയ ഭരണസമിതിക്ക് നൽകാനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതനുസരിച്ചാണ് ഇപ്പോൾ നിലവിലെ വഖഫ് ബോർഡിന്റെ ഭരണസമിതിയുടെ കാലാവധി നീട്ടി നൽകി ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടായത്. ശരി ഷബ്ന.